നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനൊരു സംഭവം ഇതാദ്യമായിട്ടാ. രാജു വരുമ്പോ തന്നെ ഞാൻ അവനോട് സംസാരിക്കാം. രമ്യയോട് ക്ഷമ പറയിപ്പിക്കാം. വേണ്ട, അവള് ജനിച്ച അന്ന് തുടങ്ങിയതായത് മടുത്തു ഞാൻ. രാജു, നീ എന്റെ മുറിയിലേക്ക് വാ. മര്യാദയ്ക്ക് ആ സീരിയലൊന്നും കാണാൻ സമ്മതിക്കില്ല. കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനോ രാജുവിനോ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ എന്താ? ഇനി ഇതൊക്കെ ഞാൻ തന്നെ വെട്ടിയെറിഞ്ഞു കൊടുക്കേണ്ടിയും വരും. അയ്യോ, ഇത് വഴക്കാണെന്ന് തോന്നുന്നല്ലോ. വേഗം അമ്മയടുത്തെന്ന് പറയാം. എന്താ ഇത്? എന്താ പറ്റിയത്? രാജു, എല്ലാത്തിനും കാരണം രാജു. രാജുവോ? അതെ, രാജു തന്നെ. എന്നെ എന്തൊക്കെയാ രാജു പറഞ്ഞെന്നറിയാവോ? എന്നെ പറയാൻ പാടില്ലാത്ത വാക്കുകളുണ്ട് മുറിവേൽപ്പിച്ചു. ഇനി രമ്യ ജീവിച്ചിരിക്കില്ല. അയ്യോ മോളെ, നീ അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇതുവരെ എന്റെ അച്ഛനും അമ്മയോ പോലും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. എന്നെയാ രാജു വഴക്ക് പറഞ്ഞ് എന്റെ മുഖത്ത് നോക്കി എനിക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചേ. അതെ, എനിക്ക് ഭ്രാന്താ. ഇപ്പൊ ഞാൻ ശരിക്കും ഭ്രാന്തിയായി. മോളെ, രാജു അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അല്ല, എന്താ ശരിക്കും ഉണ്ടായത്? മോൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. നോക്കിക്കേ, മോളുടെ അച്ഛനമ്മ എത്ര വിഷമത്തിലാ നിൽക്കുന്നതെന്ന്. ആരുടെ മുഖം കണ്ട് സമാധാനിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ രാജുവിന്റെ മുഖം. എന്നെ നോക്കി പല്ല് അടിച്ചോണ്ട് നിനക്ക് ഭ്രാന്താണോന്ന് ചോദിച്ച രാജുവിന്റെ മുഖം. ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട. മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. രാധമ്മേ, ഇതാണ് നിങ്ങളുടെ മകന്റെ മര്യാദ. ഞങ്ങളുടെ മക്കൾ എന്തെങ്കിലും അറിയാതെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കണം. അല്ലാതെ അവളുടെ മനസ്സ് നോക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ആരാണ് നിങ്ങളുടെ മകന് അവകാശം എഴുതുന്നത്? ഇതുവരെ എന്റെ മോളെ ഞാൻ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല. രാജുവിന് എങ്ങനെ ഇതിന് ധൈര്യം വന്നു? അയ്യോ ചേച്ചി, രാജു ആരെയും വഴക്കു പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഇതാദ്യമായിട്ടാ. രാജു വരുമ്പോ തന്നെ ഞാൻ അവനോട് സംസാരിക്കാം. രമ്യയോട് ക്ഷമ പറയിപ്പിക്കാം. വേണ്ട, ഒന്നും പറയണ്ട. ആരും ഇനി ഒന്നും പറയണ്ട. മോളൊന്ന് സമാധാനപ്പെട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ രമ്യ സമാധാനപ്പെടുമെന്ന് ആരും കരുതണ്ട. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആ ബൈക്കിന്റെ ചാവി ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. അതിനെന്തൊക്കെയാ രാജു പറഞ്ഞേ? രാജു വരുമ്പോ എന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നേ. ഞാൻ ഈ വീടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവും. അയ്യോ മോളെ, അങ്ങനൊന്നും പറയല്ലേ മോളെ. പറയല്ലേ മോളെ. അമ്മയാ പറയുന്നത്. അമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. മോള് സമാധാനപ്പെട്. അയ്യോ മോളെ. മോളെ, ശ്രീ, ഈ ബഹളത്തിന്റെ ഇടയില് വീടിന്റെ കഥ അടച്ചിട്ടാണോ വന്നതെന്ന് ഓർക്കുന്നില്ല. ഈ വീട്ടിൽ പൊടി. ആളില്ലാത്ത സമയത്ത് വല്ല പട്ടിയോ പൂച്ചയോ വീടിനകത്ത് കയറും. നീയും പോ.
രാധമ്മ പറ, എങ്ങനെയാ ഞാൻ രാജുവിനെ കാണുന്നേന്ന് രാധമ്മയ്ക്ക് അറിയില്ലേ? രാജുവിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ശ്രദ്ധയില്ലേ? പൊന്നുപോലെ രാജുവിനെ നോക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നേ? അപ്പോ രാജു എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ രാജുവിന്റെ ബൈക്കിന്റെ കീ എടുത്തതിന് ഇത്രയ്ക്കും എന്നെ വഴക്ക് പറയേണ്ടതുണ്ടായിരുന്നോ? മോളെ, അവനൊരു അബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ച് നീയൊന്ന് ക്ഷമിക്ക്. ശരി, ക്ഷമിക്കാം. അമ്മ പറഞ്ഞ പോലെ രാജു എന്നോട് ഒന്ന് ക്ഷമ ചോദിക്കണം. അതുവരെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. രാജു ഇവിടെ വരണം. ഈ രമ്യയോട് മാപ്പ് പറയണം. പാവം പ്രതിക മേഡം, എന്നാലും എനിക്കൊന്നും ചെയ്യാനായില്ലല്ലോ. രാജുവേട്ടാ, ചേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്താ പോ? ഋതുവേച്ചി എത്ര വിളിച്ചിട്ടും റൂം തുറക്കുന്നില്ല. അതെന്താ? ചേച്ചി വിഷമിച്ചിരിക്കുവാ. രാജുവേട്ട ഒന്ന് വാ. ചേട്ടൻ വിളിച്ച ചിലപ്പോ ഋതു ചേച്ചി റൂം തുറക്കുമായിരിക്കും. ഒന്ന് വാ. പ്രതിക മേഡം എന്നോട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ച ഡോർ തുറക്കോ? ചേട്ടൻ വന്നേ, വാ. പ്രതിക മേഡം, ഡോറും തുറക്കോ? മേഡം പ്ലീസ്. ഇല്ല, ഞാൻ തുറക്കില്ല. പ്രതിക മേഡം പ്ലീസ് ഒന്ന് തുറക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. തുറക്കില്ലെന്നല്ലേ പറഞ്ഞേ? എനിക്ക് ആര് പറയുന്ന കേൾക്കണ്ട. മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. മേഡം ഓ, എനിക്ക് ആരെയും കാണണ്ട. മേഡം ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല. ശ്ശേ. ദേ, ഒരു വഴിയുണ്ട്, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.